സ്വാതന്ത്ര്യാനന്തര തലമുറയുടെ ഭാഗമായിരുന്നപ്പോഴും ദേശീയ സമരത്തിൻ്റെ മൂല്യങ്ങളാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയെ നയിച്ചത്. സാധാരണക്കാരിൽ ഒരാളായ ആർക്കും സമീപിക്കാവുന്ന ബുദ്ധദേവിൻ്റെ വ്യക്തിത്വം എതിരാളികൾക്ക് പോലും അദ്ദേഹത്തെ സ്വീകാര്യനാക്കി. 18.5 വർഷം മന്ത്രിപദത്തിലിരുന്നപ്പോഴും 11 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ആ ലളിത ജീവിതത്തിൽ മാറ്റമുണ്ടായില്ല. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ശില്പിയായാണ് ബുദ്ധദേവ് അറിയപ്പെട്ടത്. കവിതയും നാടകങ്ങളും എഴുതി മികച്ച ലോകരചനകൾ ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തു. CPIM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തിയ 1977 തൻ്റെ 33-ാം വയസ്സിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയും നിയമസഭയിലെത്തി. ആദ്യ അവസരത്തിൽ തന്നെ വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി. ദക്ഷിണ കൊൽക്കത്തയിലെ ചുവപ്പുകോട്ടയായ ജാദവ്പൂരിൽ നിന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചു. ജ്യോതി ബസു മന്ത്രിസഭയിൽ 10 വർഷം വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 1996 ആഭ്യന്തരമന്ത്രിയായി. 1999 ജനുവരി മുതൽ 2000 നവംബർ വരെ ഉപമുഖ്യമന്ത്രി. ജ്യോതി ബസു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2000 നവംബർ 6 56-ാം വയസ്സിൽ ബുദ്ധദേവ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി. പശ്ചിമ ബംഗാൾ രഹസ്യാന്വേഷണ തലവനായിരുന്ന ദിലീപ് മിത്രയുടെ 2000 പുറത്തിറക്കിയ ഓപ്പറേഷൻ ബ്ലാക്ക് സ്റ്റിലറ്റോ മൈ ഇയേഴ്സ് ഇൻ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിൽ ബുദ്ധദേവ് നിരവധി വധശ്രമങ്ങൾ നേരിട്ടതായി വിശദീകരിക്കുന്നുണ്ട്. 2001 2008 ഇടയിൽ ബുദ്ധദേവിനെതിരെ 3 വധശ്രമങ്ങളുണ്ടായെന്ന് ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ റിപ്പോർട്ടുകൾ യഥാസമയം മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയില്ല. ISIയുടെ കൊൽക്കത്തയിലെ സ്ലീപ്പർ സെൽ അംഗമായി ആരോപിക്കപ്പെട്ട അബ്ദുള്ളയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രധാന വിവരങ്ങൾ ലഭിച്ചത്. മാവോയിസ്റ്റുകളും പീപ്പിൾസ് വാർ ഗ്രൂപ്പും ബുദ്ധദേവിനെ മുഖ്യ ശത്രുവായി കണ്ടിരുന്നു. നന്ദിഗ്രാം സമരത്തിന്റെ മറവിൽ ബുദ്ധദേവ് സർക്കാരിനെതിരെ മുഴുവൻ പ്രതിലോമ ശക്തികളും ഒന്നിച്ചു വന്നു. ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടായി. അന്ധമായ മാർക്സിസ്റ്റ് വിരോധം ബാധിച്ച മാധ്യമങ്ങളും പിന്തിരിപ്പൻ ശക്തികൾക്കൊപ്പം നിന്നു. ഗൂർഖാലാൻഡ് പ്രക്ഷോഭത്തെ നേരിടുന്നതിലും രാഷ്ട്രീയമായി പരിഹാരം കാണുന്നതിലും വഹിച്ച പങ്ക് ഭരണാധികാരി എന്ന നിലയിലുള്ള വലിയ നേട്ടങ്ങളിലൊന്നാണ്. സാംസ്കാരിക മേഖലയിലെ സമഗ്ര പരിവർത്തനങ്ങളും പോലീസ് വകുപ്പിനെ ജനകീയമാക്കിയതും എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. 80-ാം വയസ്സിൽ ബുദ്ധദേവ് വിടവാങ്ങുമ്പോൾ പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു യുഗമാണ് അവസാനിക്കുന്നത്.